തൃശൂരിൽ ചരിത്ര ജയം നേടിയ സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയിലേക്ക് നരേന്ദ്രമോദിയുമായി നാളെ ചർച്ച നടത്തും. തകർപ്പൻ ജയത്തിന് ശേഷം തൃശൂരിലെത്തിയ സുരേഷ് ഗോപിയുടെ റോഡ് ഷോ അല്പസമയത്തിനകം ആരംഭിക്കും. തൃശൂരിൽ നിന്ന് അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അശ്വിൻ, സുരേഷ് ഗോപിയുടെ ജയം BJP സംബന്ധിച്ച് അത്ര ചെറുതായൊരു ജയമല്ല. വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. അതുകൊണ്ട് തന്നെ ഇരട്ടി മധുരമായി അദ്ദേഹം മന്ത്രിസഭയിലേക്ക് എത്തും എന്നുള്ള സൂചന കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ടല്ലോ. അതിലൊരു ഉറപ്പ് വരുത്തുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ റോഡ് ഷോ നടക്കാനിരിക്കുന്നുണ്ട്. ഏതൊക്കെ പ്രധാനപ്പെട്ട BJPയുടെ നേതാക്കൾ എത്തുന്നുണ്ട് തൃശ്ശൂരിലേക്ക്? പ്രവിത, തൃശ്ശൂർ ഒരു കേന്ദ്രമന്ത്രി എന്നുള്ളതായിരുന്നു BJPയുടെ തൃശ്ശൂരിലെ പ്രചരണ വാക്യം തന്നെ. അത് എന്തായാലും വിജയത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJPയെ സംബന്ധിച്ച് അഭിമാനകരമായ വിജയമാണ് തൃശ്ശൂരിൽ നേടിയത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് എത്തുന്നത്. അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിലാണുള്ളത്. 3 മണിക്കാണ് റോഡ് ഷോ പറഞ്ഞിരുന്നത്. 1 മണിക്കൂറോളം വൈകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൊച്ചിയിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം തൃശ്ശൂരിലേക്ക് തിരിക്കും. അതിനുശേഷം 4:30 തൃശ്ശൂരിലെ റോഡ് ഷോ നടക്കുക. 25,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു വലിയ റോഡ് ഷോയ്ക്ക് തന്നെയാണ് BJP പദ്ധതിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അതിന്റെ ഒരുക്കങ്ങൾ തുടരുകയാണ്. അല്പസമയത്തിനുള്ളിൽ പ്രധാനപ്പെട്ട നേതാക്കൾ തൃശ്ശൂരിലേക്ക് എത്തും. കേന്ദ്ര മന്ത്രിസ്ഥാനത്തേക്ക് കൂടി അദ്ദേഹം എത്തുന്നുണ്ട്. നാളെ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായക ചർച്ച നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പാണ് എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയതുമാണ്. വലിയ വിജയപ്രതീക്ഷ അന്ന് തന്നെ വെച്ച് പുലർത്തിയിരുന്നു. എന്തായാലും കാര്യങ്ങളൊക്കെ BJP പ്രതീക്ഷിച്ച വഴിയിലൂടെ തന്നെ തൃശ്ശൂരിൽ മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തൃശ്ശൂർ കാണുന്ന ഏറ്റവും വലിയ BJPയുടെ ഒരു ആഹ്ലാദ പ്രകടനമായി ഇന്നത്തെ ഈ റോഡ് ഷോ മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, രാജ്യതലത്തിലെ തന്നെ പ്രധാനപ്പെട്ട BJPയുടെ നേതാക്കൾ ഈ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലേക്ക് എത്തും. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ നേതാക്കൾ എത്തിത്തുടങ്ങും. നേരത്തെ പറഞ്ഞതുപോലെ 3 മണിക്ക് റോഡ് ഷോ ഉണ്ടാവില്ല എന്നുള്ളതും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. 4:30 എന്തായാലും വലിയ BJPയുടെ ഒരു കടലായി തന്നെ തൃശ്ശൂർ നഗരം മാറുന്ന ഒരു കാഴ്ചയിലേക്ക് നമ്മൾ നീങ്ങും. പ്രവിധ. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനുള്ളിൽ സുരേഷ് ഗോപിയുടെ റോഡ് ഷോ തൃശ്ശൂരിൽ നടക്കും.